നമ്മുടെ എല്ലാം ജീവിതം ഒരു കത്തിൻ്റെ യാത്ര പോലെയാണ്. ഞാനിവിടുന്ന് പോയി കഴിയുമ്പോൾ നിങ്ങൾ എനിക്കൊരു കത്തയക്കുന്നു. നല്ല കവറിനകത്ത് സുന്ദരം കടലാസിൽ എഴുതുന്നു. പുറത്ത് അഡ്രസ് ഫാദർ ജോസഫ് പുത്തമ്പരിക്കൽ, സെൻറ്റ് ഫ്രാൻസിസ് കപ്പൂച്ചിൻ ആശ്രമം, ഉഴവൂർ PO, കോട്ടയം ഡിസ്ട്രിക്ട്. കത്ത് പോസ്റ്റ് ചെയ്തു. ഇവിടുത്തെ പോസ്റ്റ്മാൻ കത്തെടുത്തിട്ട് ഒരു ഉമ്മ കൊടുത്തിട്ട് കത്ത് അവൻ്റെ പോക്കറ്റിലിട്ടാൽ മാപ്രാണത്തു നിന്ന് അയക്കുന്ന കത്ത് പാലായിൽ എൻ്റെ കിട്ടുകയല്ല. പോസ്റ്റ്മാൻ കത്തെടുത്ത് നോക്കും, എന്നിട്ട് പറയും നല്ല കവറ്, പക്ഷേ വെറുതെ വിടാൻ പറ്റിയല്ലോ. സീലെടുത്ത് മോന്ത നോക്കി ഒറ്റ കുത്ത്. പിന്നെ പല കത്തിനോട് കൂച്ചി കെട്ടി, മുറുക്കി കെട്ടി, ചാക്കി കെട്ടി വണ്ടിയിലേക്ക് കയറ്. വളവ് പുളവ്, കുന്നേ കുഴി, ഗട്ടർ, ചാടി ചാടി കത്ത് ഉഴുവൂരിൽ വരും. ഉഴുവൂരിലെ പോസ്റ്റ്മാൻ കത്തെടുത്ത് നോക്കിയിട്ട് പറയും, അയ്യോ മോന്തയ്ക്ക് മാത്രമേ ഉള്ളൂ, ഇരിക്കട്ടെ പെടലിക്ക് വരണം. ഇത്രയും കുത്തും സീലും കൊണ്ടാലേ മാപ്രാണത്തിൽ നിന്ന് അയക്കുന്ന കത്ത് ഉഴുവൂരിൽ എൻ്റെ കിട്ടും. പിതാവായ ദൈവം അമ്മയുടെ ഗർഭപാത്രമാകുന്ന പോസ്റ്റ് ബോക്സിൽ സ്വർഗം ബിയോന്ന് നെറ്റിയിൽ എഴുതി നമ്മളെല്ലാം പോസ്റ്റ് ചെയ്തു. ഏകമാതാവ് ലോകമാതാവിൻ്റെ വലിയ പോസ്റ്റ് ഓഫീസിലേക്ക് നമ്മളെ പ്രസവിച്ചു. ഈ ലോകയാത്രയിൽ ഭർത്താവിൻ്റെ തോണ്ട്, ഭാര്യയുടെ തൊഴി, മക്കളുടെ കുത്ത്, നാട്ടുകാരുടെ കമൻറ്റ്, ഈ സീലെല്ലാം കൊണ്ടാലേ ദൈവം ഒരുക്കുന്ന സ്വർഗത്തിൽ നമ്മൾ എത്തിച്ചേരൂ. കാക്കക്കുഞ്ഞ് കരഞ്ഞാൽ തള്ളക്കാക്ക പറന്നു വരും. ആടിൻ്റെ കുഞ്ഞ് കരഞ്ഞാൽ തള്ളയാട് കുത്താൻ വരും. ഇടിമുഴക്കം പോലും കേൾക്കാതെ ഉറങ്ങുന്ന അമ്മ കുഞ്ഞ് കരഞ്ഞാൽ ചാടി എഴുന്നേക്കും. എങ്കിൽ കുരിശിനെ ചുവട്ടിൽ കരഞ്ഞാൽ ക്രൂശിതൻ ഇറങ്ങി വരും. സക്രാരിയുടെ മുമ്പിൽ നിന്ന് കരഞ്ഞാൽ തിരുവോസ്തിയിലെ ദൈവം ഇറങ്ങി വരും. ഓരോ ദിവസവും ആ ക്രൂശിതനെ ധ്യാനിക്കാനും കുരിശിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുവാനും കരഞ്ഞ് പ്രാർത്ഥിക്കാനും നമുക്ക് കഴിയട്ടെ. അന്തിമ വിധി ദിവസത്തിൽ വാനമേഘങ്ങളിൽ കുരിശടയാളങ്ങളിൽ അവൻ ആഗതനാകുമ്പോൾ മരിച്ചുപോയ പൂർവികരോട് ചേർന്ന് അവൻ്റെ മഹിമയുടെ വലതുവശത്ത് അണിനിരക്കാൻ ഭാഗ്യം ലഭിക്കട്ടെ.